നമ്മുടെ നാട്ടില് കുട്ടികൾ ഇപ്പോൾ വളരെ സുഖിച്ചാണ് സ്കൂളുകളിൽ പഠിക്കുന്നത്. പ്രത്യേകിച്ച് പഠനം അതായത് പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ SSLC പരീക്ഷ ഹൈസ്കൂളിലേക്ക് കയറുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു ബാലികേറാമല്ല, പേടിപ്പിക്കും വീട്ടുകാർ. അയ്യോ ഇത് ജയിക്കണ്ടേ, മിനിമം പാസ് വേണ്ട, ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് ആണ് 10ാം ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്കൊന്ന് ഓൾ കേരള വെയിറ്റ് ചെയ്തിരിക്കുന്നതായിരിക്കും അതിന്റെ റിസൾട്ട്. ഇന്ന് 99%, നാളെ 100% അടുത്ത വർഷം വരാൻ പോകുന്നത്. അപ്പോൾ ഒരു അപവാദം അല്ലെങ്കിൽ ഒരു വിവാദം വരികയുണ്ടായി. കുട്ടികൾക്ക് അവരുടെ നിലവാരം, വിദ്യാഭ്യാസ നിലവാരം തീരെ താഴോട്ട് പോകുന്നൊരു ലക്ഷണമാണ് മാർക്കുകൾ കൂടുന്നതിന്റെ. അതിന്റെ പിന്നോടിയായിട്ട് ഈ പറയുന്ന നമ്മുടെ സംസ്ഥാന സർക്കാർ ഒരു നിയമം പറയുന്നു, ഇനി മിനിമം പാസ് കൊണ്ടുവരും ഹൈസ്കൂളിലെന്ന്. ഇപ്പോൾ ലേറ്റസ്റ്റ് ന്യൂസ് വന്നിരിക്കുന്നു, കേന്ദ്ര സർക്കാർ ഇനിയിപ്പോൾ ഓൾ പാസ് അവസാനിപ്പിക്കുകയാണ്. കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ അവരുടെ കീഴിലുള്ള ഏതാണ്ട് 3000-ഓളം വരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ 5ാം ക്ലാസ്സും 8ാം ക്ലാസ്സും ഓൾ പാസ് നിർത്തലാക്കുകയാണ്. ഇതിന്റെ ആവശ്യകതയുണ്ടോ? അത് നേരത്തെ നമ്മുടെ സമ്പ്രദായമാണെന്നല്ല, എന്താണ് ജെയുടെ ഒരു കാഴ്ചപ്പാട്? തീർച്ചയായിട്ടും നോക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം, നമ്മളൊക്കെ പഠിച്ചു വന്ന സമയത്ത് പഠന നിലവാരം, പ്രത്യേകിച്ച് നമ്മളൊക്കെ എത്ര കഷ്ടപ്പെട്ടാണ് പഠിച്ചത്, അല്ലെങ്കിൽ നല്ലോണം മാർക്ക് കിട്ടിയില്ലെങ്കിൽ തോൽക്കുമെന്ന് നമുക്കറിയാം. അപ്പൊ അതിന്റെ ഒരു സീരിയസ്നെസ് നമ്മൾ പഠിത്തത്തിൽ കൊടുത്തിരുന്നു. പ്രത്യേകിച്ചും കുട്ടികളോടുള്ള ഒരു വാത്സല്യത്തിന്റെ ഭാഗമായിട്ടെന്നൊക്കെ പറയുമ്പോഴും എല്ലാ കുട്ടികളെയും ജയിപ്പിച്ചു വിടുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം മാറുമ്പോഴത്തേക്കും ഇവരൊക്കെ ജീവിതത്തിൽ ചിലപ്പോൾ തോക്കുന്നൊരവസ്ഥയിലേക്ക് കൂടെ വരും. അതായത് മിക്ക കുട്ടികൾക്കും കൃത്യമായ ഒരു അവബോധമില്ല, എങ്ങനെയാണ് മുന്നോട്ടുള്ള കാര്യങ്ങളെ പറ്റി അവബോധമില്ല. അല്ലെങ്കിൽ എല്ലാവരെയും ജയിപ്പിച്ച് വിടുന്നതിനൊപ്പം ഈ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിന് വേണമെങ്കിൽ വലിയ അഭിമാനമായിട്ടൊക്കെ പറയായിരിക്കും, 99% കുട്ടികൾ ജയിച്ചു അല്ലെങ്കിൽ 100% നേടിയെന്നൊക്കെ പറയുമ്പോഴത്തേക്കും കുട്ടികൾ എന്ത് പഠിച്ചു അല്ലെങ്കിൽ അതൊരു വലിയ ചോദ്യചിഹ്നമല്ലേ? അതെ, അതായത് ഇന്നെല്ലാം A+ന്റെ കാലമാണ്, പ്ലസുകളുടെ കാലമാണ്. അന്ന് നമ്മുടെയൊക്കെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റിങ്ഷൻ, ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്. അന്ന് 10ാം ക്ലാസ്, എനിക്കൊന്ന് നമ്മുടെയൊക്കെ കാരണവന്മാരുടെ കാലത്ത് 10ാം ക്ലാസ് പാസ്സായവർക്ക് അല്ലെങ്കിൽ +2 പാസ്സായവർക്ക് കോളേജിൽ പഠിപ്പിക്കാം, മെട്രിക്കുലേഷൻ പാസ്സായവർക്ക് സ്കൂളിൽ പഠിപ്പിക്കാം. നോട്ടിന്റെ ഒക്കെ മൂല്യം എന്ന് പറയുന്ന പോലെ അന്നത്തെ വിദ്യാഭ്യാസത്തിന്റെ മൂല്യം, അതെ, ആഴങ്ങൾ അറിഞ്ഞാണ് പഠിപ്പിച്ചിരുന്നത്. അന്ന് ഒരു അധ്യാപകനിൽ നിന്ന് അടി കിട്ടിയാൽ അത് വളരെ ബഹുമാനത്തോടു കൂടിയും ആ അടിയുടെ നോവ് മധുര, അതായത് എന്താ പറയുക, നെല്ലിക്ക ആദ്യം കഴിക്കും പിന്നീട് മധുരിക്കും എന്ന് പറയാം അന്നത്തെ ഓരോ അടികളും. പക്ഷെ ഇന്ന് അതിൽ നേരെ മാറി. ഇന്ന് അധ്യാപകർ കുഞ്ഞുങ്ങളുടെ തോളത്ത് കയറാൻ തുടങ്ങി, തിരിച്ച് അധ്യാപകരുടെ തോളത്ത് കയറിയിട്ട് അവർ നടക്കാൻ തുടങ്ങിയെങ്കിലും അതിന് കുറെ ബാഡ് വശങ്ങൾ വരാൻ തുടങ്ങി. കാരണം അധ്യാപകരെ കുഞ്ഞുങ്ങളെ പേടിക്കാൻ ഒരവസ്ഥ, ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ, ശരിയേത് തെറ്റേതെന്ന് പറഞ്ഞു കൊടുക്കാൻ ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ ജനറേഷൻ മാറിയിരിക്കുന്നു. അതിന്റെ ഒരു കാര്യം ഈ വിദ്യാഭ്യാസത്തിന് നിലവാരം ഇല്ലായ്മയാണെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ഞാനൊരു ഇൻസിഡന്റ് പറയുകയാണെങ്കിൽ, ഞാൻ എൻ്റെ ഒരു ആങ്കറിംഗ് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പബ്ലിക് ഒപ്പീനിയൻസ് എടുക്കാൻ പോകുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ ഞാൻ കൊച്ചിയിൽ ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികളുടെ ഇടയിൽ ഒരു കോളേജ് ഗോയിങ് എന്ന് പറയുന്നു, നമ്മൾ ക്യാമറ വെച്ചിട്ട് പെർമിഷനോടുകൂടി തന്നെ നമ്മുടെ നെഹ്റുവിന്റെ പടം കാണിക്കുകയാണ്. നെഹ്റുവിന്റെ പടം കാണിച്ച് അവൾ കോളേജിലാന്ന് പറയുന്നു. അവൾ പറഞ്ഞ മറുപടി കേട്ട് അതാരാണെന്നാണ് നമ്മുടെ ചോദ്യം. നെഹ്റുവിന്റെ പടം ഫോണിൽ കാണിച്ചിട്ട് ഇതാരാണ്, നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ അവള് പറഞ്ഞൊരു മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാംഗോപാൽ വർമ്മയല്ലേ അതെന്നാണ് ചോദിച്ചത്. ഹിന്ദി സംവിധായകൻ, പ്രശസ്ത സംവിധായകൻ, നല്ല ഹോട്ട് സിനിമകൾ എടുക്കുന്ന സംവിധായകൻ രാംഗോപാൽ വർമ്മ. അത് മോശമായിട്ട് പറയുന്നല്ല, എങ്കിലും നമ്മുടെ രാഷ്ട്രതന്ത്രജ്ഞനായിട്ടുള്ള അല്ലെങ്കിൽ രാഷ്ട്രശില്പിയായിട്ടുള്ള നെഹ്റുവിനെ, നമ്മുടെ ആദ്യ പ്രധാനമന്ത്രിയെ നെഹ്റുവിനെ നോക്കി പറഞ്ഞതാണ്. അദ്ദേഹത്തിന്റെ വേഷത്തിന്റെ കളർ എന്നാണ്ടേ മാറിയിട്ടുള്ള തൊപ്പി ഇല്ലായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളെല്ലാം പറയണമല്ലോ. ആ കുട്ടി പറഞ്ഞു കേട്ട് ഞാനും ക്യാമറാമാനും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. ഞങ്ങൾ നമ്മുടെ നാട്ടിലെ ചെറിയ കുട്ടികൾ പോലും ഒരു സമയത്ത് മറക്കാത്തൊരു മുഖം, അതെ, അത് കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് അറിഞ്ഞുകൂടാന്ന് പറയുമ്പോൾ അത് അത്രമാത്രം നിലവാരമില്ലായ്മ. എന്ന് വെച്ചാൽ അത് അവൾക്ക് പെട്ടെന്നുണ്ടായ നിലവാരമില്ലായ്മയല്ല, അവളുടെ തുടർച്ചയാണ്. അത് അവൾ പഠിച്ച 1ാം ക്ലാസ് തൊട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡിഗ്രി വരെ 10-20 വർഷക്കാലം അവൾ പഠിച്ച ക്ലാസ്സുകളിൽ അവൾക്ക് കിട്ടിയിട്ടുള്ള പഠനാനുഭവങ്ങളാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ പറഞ്ഞിരിക്കുന്ന ഓരോ ക്ലാസ്സിലും അവൾക്ക് എത്രമാത്രം അറിവുകൾ ഉണ്ടാകും. ആരും തോൽപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞ് ലേറ്റസ്റ്റ് ന്യൂസ് വരുന്നുണ്ട്. സംസ്ഥാന സർക്കാർ ഇത് നടപ്പിലാക്കത്തില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഓൾ പാസ് സബ്ജക്ട് മിനിമത്തിൽ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് 50-ൽ 18 മാർക്ക് വേണം മിനിമം. ഓണ പരീക്ഷയ്ക്കും SSLC പരീക്ഷയ്ക്കും ജയിക്കണം. അപ്പൊ വീട്ടിൽ ചോദിക്കും ജയിച്ചോ എന്നത് ഒരു ഹൃദയമിടിപ്പാണ്. അപ്പൊ ഇന്നത്തെ കുട്ടികൾക്ക് സ്ട്രെസ് ഇല്ലാതാക്കുന്നു എന്നതിനോടൊപ്പം തന്നെ അറിവും ഇല്ലാതെ ആക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് വിദ്യാഭ്യാസം. തീർച്ചയായിട്ടും അത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. കാരണം പ്രത്യേകിച്ച് ഈ 99% വിജയ ശതമാനം എന്ന് പറയുമ്പോഴും ആ കുട്ടികൾ ഒരു സ്ട്രെസ്സും ഇല്ലാതെ, അല്ലെങ്കിൽ പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും പാസ്സാവും. ഈ ക്ലാസ്സുകളിൽ ഞാൻ പഠിച്ചില്ലെങ്കിലും പാസ്സാവും, പിന്നെ എനിക്ക് വലിയ എഫേർട്ട് ഇടേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോഴും പിന്നീട് മുന്നോട്ടുള്ളവരുടെ കരിയറിൽ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിന്റെ ഒരു വളർച്ചയ്ക്ക് ഈ പഠനം തന്നെയാണ് അതിന്റെ അടിത്തറ. അതില്ലാതെ പോകുന്നു, ആ അടിത്തറ ഇല്ലാതെ പോകുന്ന കുട്ടികൾക്ക് എന്നുള്ളതാണ്. അവിടെ PV അൻവർ തമാശയായിട്ട് പറഞ്ഞെങ്കിൽ പോലും കുഴിമന്തിയുടെയും റീലിന്റെ ഒക്കെ പുറകെയാണ് പുതിയ തലമുറ എന്ന് പറയുമ്പോൾ ഒരു പരിധിവരെ പബ്ലിക് ഒപ്പീനിയന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാനത് പെട്ടെന്ന് ഓർത്തെടുത്തതാണ്. ശരിക്കും അറിയില്ല കുട്ടികൾക്ക് ഇപ്പൊ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രതന്ത്രജ്ഞന്മാരായിരുന്നോ അല്ലെങ്കിൽ രാഷ്ട്രശില്പികളായിരുന്നോ പ്രധാനമന്ത്രി ആയിരുന്നോ രാഷ്ട്രപതി ആയിരുന്നോ ഉള്ള
ബോധം കുട്ടികൾക്കില്ല. അതെ, ദ്രൗപദി മുർമു ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് സീരിയൽ നടിയാണോ എന്ന് ചോദിക്കാൻ മടിക്കില്ല. കാരണം എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളുടെ നിലവാരം അതിലേക്ക് താഴ്ന്നു പോയിരിക്കുന്നു. ഓൾ പാസ് സത്യത്തിൽ നമ്മൾ വിദ്യ അഭ്യസിക്കേണ്ടത്, പിന്നെ നമ്മുടെ വിദ്യാഭ്യാസത്തിലെ കുഴപ്പങ്ങൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ പഠിപ്പിക്കുക, നമ്മുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങൾ പഠിപ്പിക്കുക, ഒരു തൊഴിലധിഷ്ഠിത കോഴ്സുകൾ, അതിന്റെ ഒരു ബേസ് പഠിപ്പിച്ചു കൊടുക്കുക. അല്ലാതെ നമ്മൾ ഒരിക്കലും എന്താ പറയുന്നത് സൈൻ തീറ്റ എന്തിനാണ് കോസ് തീറ്റ എന്തിനാണെന്ന് ഇന്നും എനിക്ക് അറിഞ്ഞൂടെ. ഞാനൊക്കെ പഠിച്ച കാലത്ത് ഞാൻ പഠിച്ചിരുന്ന ഒരു ബാലികാറ മലയായിരുന്നു. ജീവിതത്തിൽ സത്യം പറഞ്ഞ ഇതുവരെ യാതൊരു ഗുണവും സൈൻ തീറ്റയും കോസ് തീറ്റയും എനിക്കും സെയിം, നമ്മൾ ഒരേ വള്ളത്തെ സഞ്ചരിക്കുന്നവരാണ്. ഒരു ഗുണം ഉണ്ടായിട്ടില്ല. പിന്നീട് ഒരിക്കലും അത് പഠിക്കേണ്ടിയോ അത് ജീവിതത്തിൽ ഒരിക്കലും അത് പ്രയോജനപ്പെടുകയോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഓരോ ക്ലാസ്സുകളിലെയും കുഞ്ഞുങ്ങളുടെ നിലവാരം നോക്കി അതിനനുസരിച്ചുള്ള പഠന ക്ലാസ്സുകൾ കൊടുക്കുക എന്നുള്ളത്. ഇപ്പൊ എന്റെ മോൾ പഠിക്കുന്നത് ഗവൺമെന്റ് സ്കൂളിലാണ്. എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു ഗവൺമെന്റ് സ്കൂളിൽ തന്നെ അവളെ പഠിപ്പിക്കണമെന്ന്. അവളെ ഒരു 3ാം ക്ലാസ്സുകാരിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ രീതികൾ നല്ലതാണ്. എല്ലാം കുട്ടികൾ തനിയെ ചെയ്യണം. ഇപ്പം ഓൺ എക്സാം വന്നു കഴിഞ്ഞാൽ അവർക്ക് ക്ലാസ്സുകൾ സ്കൂളുകളിലെ ഒന്നും പിന്നെ പാഠപുസ്തകങ്ങളിലല്ല ചോദിക്കുന്നത്. ഇപ്പൊ ഒരു കഥ, ഇപ്പൊ പപ്പിയുടെയും രാധയുടെയും കഥ പറയുമ്പോൾ അവർ അതേ രീതിയിൽ സ്റ്റോറി തന്നിട്ട് അത് സംഗ്രഹിച്ച് എഴുതാൻ പറയുന്നു. അതിനകത്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ പറയുന്നു. അത് പിന്നെ ഒരു പടം വരച്ചിട്ട് ചെറിയ ഹിന്റുകൾ കൊടുത്തിട്ട് അതിൽ പടം വരച്ച് കഥകൾ ഡെവലപ്പ് ചെയ്യാൻ പറയുന്നു. തോട്ട് പ്രോസസിങ്, അതായത് അവരുടെ ക്രിയേറ്റിവിറ്റിയെ കൂട്ട് കാണിച്ചു. അതുപോലെ തന്നെ അവരുടെ EVS ക്ലാസ്സുകളിൽ, അതായത് എൻവയോൺമെന്റ് സയൻസ് ക്ലാസ്സുകളിൽ പിന്നെ ഇലകൾ പിന്നെ ശേഖരിച്ചതിന് ശേഷം ഏത് ഇതിലുള്ള ഇലയാണെന്ന് ബയോളജിക്കൽ നെയിംസ് അല്ലെങ്കിൽ ബൊട്ടാണിക്കൽ നെയിംസ് എഴുതാൻ അവരോട് പറയുന്നു. അതോടൊപ്പം തന്നെ ചുറ്റുമുള്ള കാര്യങ്ങൾ, അതുപോലെ തൈ നടുക, പരിസ്ഥിതിത്തിന് തൈ നടുക, അല്ലെങ്കിൽ അതുപോലെ അവിയലിന്റെ കൂട്ട്, എനിക്കൊന്നും അറിയില്ല അവിയലിന്റെ കൂട്ട് എന്താണെന്ന്. അപ്പൊ എന്റെ മോളോട് സാമ്പാറിന്റെ കൂട്ട് എന്താണെന്ന് ചോദിച്ചിട്ട് അത് എഴുതാൻ പറയുന്നു. അല്ലെങ്കിൽ ബർഗർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കുക. അപ്പോൾ എല്ലാം അവിടെ ടച്ച് ചെയ്തു. ആ രീതി നല്ലതാണ്. പക്ഷെ അവിടെ സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചർമാർക്കും അതേ ഒരു പ്രാക്ടീസ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. അതായത് എന്താണോ ഈ പറയുന്ന പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്ന ആൾ ആഗ്രഹിച്ചത്, അല്ലെങ്കിൽ അതിന്റെ ശില്പികൾ ആഗ്രഹിച്ചത്, അത് അതേ അന്തസത്തയോടുകൂടി കുഞ്ഞുങ്ങളിലേക്ക് എത്തണം. പറയുകയാണെങ്കിൽ ആദ്യം മനുഷ്യനെയും പ്രകൃതിയെയും ചുറ്റുമുള്ളതിനെയും ഒക്കെ കണ്ടും കേട്ടും അറിഞ്ഞു വളരണം. അതായത് പഴയ ഗുരുകുല സമ്പ്രദായത്തിലേക്ക്, അതെ, അത് ദൂരയിലേക്ക് പോകാം. കാരണം ടീച്ചർമാർക്ക് എനിക്ക് തോന്നുന്നില്ല, കുറെ എല്ലാ സ്കൂളുകളെയും ഞാൻ പറയില്ല, ചില മിക്ക സ്കൂളുകളിലും ടീച്ചർമാർക്ക് അതിനുള്ള ഗ്രാഹ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പൊ TTC പഠിച്ചിറങ്ങുന്നു, BEd പഠിച്ചിറങ്ങുമ്പോൾ പറയുമ്പോൾ വലിയ സർട്ടിഫിക്കറ്റ് ഉള്ള കയ്യിലുണ്ട്, എല്ലാവർക്കും നല്ല മാർക്കുള്ളവരാണ്. പക്ഷേ അത് എങ്ങനെ പ്രാവർത്തികമാക്കുന്നു എന്നതിലാണ്, അത് കുഞ്ഞുങ്ങളിലേക്ക് എങ്ങനെ ഇൻജെക്ട് ചെയ്ത് കൊടുക്കുന്നു എന്നതിലാണ് ഒരു ടീച്ചറിനെ മിടുക്കിയിരിക്കുന്നത്. അവളത് എങ്ങനെ മനസ്സിലാക്കുന്നു എന്നതിലാണ്. അപ്പോൾ ഒരു മാങ്ങ അല്ലെങ്കിൽ ഒരു തേങ്ങ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് അവളുടെ ഹൃദയത്തിൽ ഒരു ഇമാജിനറി വേൾഡിൽ വരണം. അല്ലെങ്കിൽ ഒരു മാവിന്റെ തൈയും അതിന്റെ തള്ളിരിലകളും അത് വളർന്നു വരുമ്പോഴുണ്ടാകുന്ന ആ ഒരു ചെറിയ പൂക്കള്, പുഷ്പങ്ങള്, കായ്കനികൾ, ഇതൊക്കെ എങ്ങനെ വരുന്നു, എത്ര മാസം കൊണ്ട് വളരുന്നൊക്കെ അവളൊരു കഥയിലൂടെയോ പാട്ടിലൂടെയോ ഒക്കെ പഠിപ്പിക്കാൻ ടീച്ചർമാർക്ക് പറ്റണം. അതുപോലെ ഓരോ കുഞ്ഞുങ്ങളെയും പറ്റണം. അവിടെയാണ് നമ്മുടെ വിദ്യാഭ്യാസം വിജയിക്കുന്നത്. ഈ രീതി നല്ലതാണ്, പക്ഷെ അത് പരാജയപ്പെട്ടു പോകാൻ, DPP എന്ന് പറയുന്ന സമ്പ്രദായം പരാജയപ്പെട്ടു പോകാനുള്ള കാരണം, അല്ലെങ്കിൽ എന്റെ മോളുടെയൊക്കെ പ്രായത്തിന് മുമ്പുള്ള കുഞ്ഞുങ്ങൾക്കാണ് ഇപ്പൊ ഈ വിദ്യാഭ്യാസ കുറവ് അല്ലെങ്കിൽ വിവരമില്ലായ്മ വന്നിരിക്കുന്നത്. അവർക്ക് കിട്ടിയൊരു കുഴപ്പമെന്ന് വെച്ചാൽ അന്ന് പഠിപ്പിച്ച ടീച്ചർമാർക്ക് അറിഞ്ഞുകൂടെ എങ്ങോട്ട് മാറണം. കാരണം അതിനു മുമ്പ് നമ്മൾ പഠിച്ച രീതി എന്ന് പറഞ്ഞാൽ കർക്കശമായിട്ടുള്ള സിലബസുകൾ, ചരിത്രത്തിനും ഇന്റർനാഷണൽ ഹിസ്റ്ററിയും നാഷണൽ ഹിസ്റ്ററിയും ബയോളജിയും ജോഗ്രഫിയും എങ്ങും കാണാനില്ല. അന്ന് നമ്മൾ കോറ്, മറ്റേ എന്താണ് ഭൂമിയുടെ അച്ചുതണ്ട്, കോറ്, പിന്നെ രേഖാംശ രേഖ, അക്ഷാംശ രേഖ എന്നൊക്കെ പഠിക്കുന്നൊന്നും കുഞ്ഞുങ്ങൾ പഠിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതൊക്കെ ഏറ്റവും ബാലികേറ മലയാട്ടാന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊരു നല്ല കാര്യമായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇന്ന് അന്റാർട്ടിക്ക എവിടെയാന്ന് ചോദിച്ചാൽ അറിയാം, എന്താണ് ഗ്രീനിച്ച് രേഖ എന്ന് ചോദിച്ചാൽ അറിയാം, പൊതുബോധം ഉണ്ടായി. പക്ഷെ കുഞ്ഞുങ്ങൾക്ക് ഹിസ്റ്ററി അറിഞ്ഞുകൂടാ. നമ്മുടെ രാജ്യത്തിന്റെ ഹിസ്റ്ററി അറിയണ്ടേ? അത് എന്തുകൊണ്ട് അവർ പഠിപ്പിക്കുന്നില്ല? ഇപ്പൊ ഇവർ ശരിയാണ്, എന്റെ മോൾക്ക് ഹിസ്റ്ററി അറിഞ്ഞുകൂടാ, ജനറൽ നോളജ് ഇവിടെ പഠിപ്പിക്കുന്നില്ല. ഇതൊക്കെ കൂടെ ആഡ് ചെയ്യണം. അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഇപ്പോഴത്തെ വിദ്യാഭ്യാസത്തിലുണ്ട്. അവരെ പ്രസംഗിക്കാനും കളിക്കാനും എല്ലാ കുട്ടികളും ഡാൻസുകാരികളല്ല, എല്ലാവരും ചരിത്രം പറയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും. ഭൂമി എന്താണെന്നും മണ്ണെന്താണെന്ന് വരെ പഠിപ്പിക്കുക, ഭൂമിക്ക് അടിയിലുള്ള സാധനങ്ങൾ എന്താണെന്ന് പഠിപ്പിക്കുക, ഈ പറയുന്ന പോലെ സമുദ്രം എന്താണെന്ന് പഠിപ്പിക്കുക, ലവണങ്ങൾ എന്താണെന്ന് പഠിപ്പിക്കുക, അങ്ങനെ കുറെ കാര്യങ്ങൾ പഠിപ്പിക്കാം. നമ്മൾ അതൊക്കെ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇവിടെ നിന്ന് കോരോ ഇത് പറയാൻ പറ്റുന്നത്. ശാരിക പറഞ്ഞ പോയിന്റുകളുടെ കൂടെ വേറെ കാര്യം കൂടെ ആഡ് ചെയ്യണം. അതായത് ശരിക്കും നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ, നമ്മുടെ പൊതുജീവിതത്തിൽ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ലൈഫിൽ ഉപകാരപ്പെടുന്ന കണക്കുള്ള എത്രത്തോളം മൂല്യങ്ങൾ, അറിവുകൾ അതിലുണ്ടെന്ന് ശാരികയ്ക്ക് തോന്നുന്നുണ്ട്. പ്രധാനമായിട്ടും ഞാൻ പറയുന്നൊരു കാര്യം, നമുക്കൊരു അപകടത്തിൽപ്പെട്ട മനുഷ്യനെ എങ്ങനെ ആണ് അയാളെ എടുക്കേണ്ടതെന്ന് അറിയില്ല, അല്ലെങ്കിൽ ഒരു പ്രാഥമിക ചികിത്സ എങ്ങനെയാണ് ഒരു അറ്റാക്ക് വന്ന് കിടക്കുന്ന മനുഷ്യന് കൊടുക്കേണ്ടതെന്ന് അറിയത്തില്ല, തീപിടുത്തം ഉണ്ടായാലും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ഭൂകമ്പം ഉണ്ടായാലും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, അത്തരത്തിൽ ഈ റോഡിൽ എങ്ങനെ പെരുമാറണം എന്ന് അറിയത്തില്ല. ആ രീതിയിൽ നമുക്ക് ജീവിതത്തിൽ ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ ജീവിതത്തിൽ മറ്റു മനുഷ്യന്മാർക്ക് കൂടെ ഉപകാരപ്പെടുന്ന രീതിയിൽ നമ്മളെ വളർത്തിയെടുക്കുന്ന അല്ലെങ്കിൽ പ്രാക്ടിക്കൽ സെൻസ് തരുന്ന എന്ത് കാര്യങ്ങളാണ് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലുള്ളത്? സത്യത്തിൽ അങ്ങനെ എനിക്ക് തോന്നുന്നില്ല വിദ്യാഭ്യാസ സമ്പ്രദായം ഇപ്പോൾ അതൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടോന്ന്. കാരണം കുഞ്ഞുങ്ങൾക്ക് പ്രയോജനമായിട്ട് ഇപ്പോൾ സാമൂഹിക മൂല്യങ്ങൾ, ഇപ്പോൾ ഇന്നത്തെ കുഞ്ഞുങ്ങൾ പ്രത്യേകിച്ച് കഴിഞ്ഞാൽ
വെറും ടെററാണ് കുട്ടികൾ, പറയാതിരിക്കാൻ പറ്റത്തില്ല. കുട്ടികൾ ടെററായി മാറിക്കൊണ്ടിരിക്കുന്നത്. അതായത് അധ്യാപകർക്ക് പേടിയാണ്. ഞാൻ എൻ്റെ അടുത്തുള്ള സ്കൂളിലെ തൊട്ടടുത്ത ഒരു ബേക്കറി കടക്കാരൻ പറഞ്ഞിട്ടുണ്ട്, അവിടുത്തെ ടീച്ചർ വന്ന് പറഞ്ഞാണ് അത്ര, എനിക്ക് പേടിയാണ് അവിടെ പഠിപ്പിക്കാൻ. ശരിക്കും ഇപ്പൊ ഓരോ വാക്കും അളന്ന് മുറിച്ച് പറയേണ്ട അവസ്ഥയിലാണ്. വടി എടുത്ത് അടിക്കണ്ട, വടിയൊന്നും എടുത്ത് കാണിച്ചാൽ മതി. കുട്ടി അച്ഛനടുത്ത് പോവാണ്, അച്ഛൻ കുട്ടിയെ തല്ലിയെന്ന് പറഞ്ഞ് തിരിച്ചു വന്ന് ടീച്ചറിന്റെ വെക്കിട്ട് കയറുകയാണ്. അതെ, എന്നുവെച്ചാൽ കുഞ്ഞുങ്ങൾ കള്ളം പറയും. കുട്ടികളുടെ ഒരു സ്വഭാവമാണ് കള്ളം പറയുന്നത്. ആരും മറ്റേ സത്യവാനും സാവിത്രിയായിട്ട് ചെയ്യും, നമ്മളെല്ലാവരും കള്ളം പറയും. അപ്പൊ അതുകൊണ്ട് പണ്ടെന്ന് പറഞ്ഞ കുഞ്ഞുങ്ങൾ വന്ന് സാർ അടിച്ചു എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, ഞാൻ വന്ന് 2 അടി കൂടെ നിനക്ക് തരാമെന്ന് പറയുന്നതായിരുന്നു എന്റെയൊക്കെ പാരന്റ്സിന്റെ കാലം. പേരൻസ് പറയും പറഞ്ഞ പോലെ കിട്ടണ്ട, അതിന്റെ കുറവുണ്ടായിരുന്നു, നിന്നയിൽ നന്നാവുമല്ലോ എന്ന് പറയും. എന്റെയൊക്കെ അമ്മ വന്നിട്ട് നല്ല അടി കൊടുക്കണം ടീച്ചറെ എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഒരു ഉഴപ്പം കുട്ടി ആയിരുന്നില്ല. എന്നാൽ പോലും അന്നത്തെ ഉഴപ്പന്മാരൊക്കെ ഇന്ന് നമ്മുടെ ബാക്ക് ബെഞ്ചസ് ഇന്ന് ടോപ്പ് ലെവലിൽ കഴിയുന്ന ആൾക്കാരാണ്. അതിന്റെ കാരണം എന്ന് വെച്ചാൽ സ്കൂളിന്റെ നിലവാരവും പഠന നിലവാരമായിരുന്നു. അന്ന് ശരി ഇതുപോലെ പോഷൊന്നുമില്ല, ഇതുപോലെ ഫോണില്ല, അല്ലെങ്കിൽ എന്താ പറയുന്ന പെട്ടെന്ന് തന്നെ ഗാഡ്ജറ്റ്സ് ഒന്നും ഇല്ല. ലൈബ്രറി തന്നെ പോയി റെഫർ ചെയ്യണം, അല്ലെങ്കിൽ ടീച്ചർമാർ പറഞ്ഞു തരുന്ന കാര്യങ്ങളുള്ളൂ. ഇന്ന് ഇതെല്ലാം കൂടിപ്പോയപ്പോൾ അത് യൂട്ടിലൈസ് ചെയ്യുന്നതിന് പകരം കുഞ്ഞുങ്ങൾ അതിനെ വേറെ ലെവലിലാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ശരിക്കും ടീച്ചർമാരൊക്കെ വല്ലാത്തൊരു വീർപ്പുമുട്ടലാണ്. തീർച്ചയായിട്ടും പല സാഹചര്യങ്ങൾ മാറുന്നുണ്ട്. ഈ അടുത്തിടയ്ക്ക് ഒരു സ്കൂൾ കുട്ടി ഇതേപോലെ അതിന്റെ ഒരു വേഗമായിട്ടുള്ള ഓർമ്മയാണ്, അടിച്ച സമയത്ത് കുട്ടി തിരിച്ച് പച്ചത്തെറി ടീച്ചറിനെ വിളിച്ചു എന്നൊരു സംഭവം ഇടയ്ക്ക് നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട്. അത് ശരിക്കും ആലോചിച്ചു നോക്കില്ലേ, ഒരു ടീച്ചർ തകർന്നില്ലേ അവര്. ഇപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ടീച്ചർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ബഹുമാനം, സ്നേഹം, അതൊന്നും അമ്മയെ പോലെ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാ ഗുരു ദൈവം എന്നൊരു കോൺസെപ്റ്റിലാണ് നമ്മളൊക്കെ വളർന്നത്. പക്ഷെ ഇന്നത്തെ കുട്ടികൾ അങ്ങനെയൊന്നും വളർന്നില്ലെങ്കിലും ഈ പറയുന്ന പോലെ ഇങ്ങനെയുള്ള വൃത്തികേടുകൾ പറയാതിരിക്കുക, പിന്നെ ടീച്ചർമാരെ അശ്ലീല ചുവയോടുകൂടി സംസാരിക്കുക, ടീച്ചറുടെ ഫോൺ എടുത്ത് ത്രട്ടൺ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുക, ഇങ്ങനെയുള്ളൊരു നിലവാരമില്ലായ്മയിലേക്ക് ഈ പറയുന്ന കുട്ടികൾ താഴ്ന്നുകൊണ്ടേയിരിക്കുന്നത്. അതിന്റെ കാരണം നമ്മുടെ വിദ്യാഭ്യാസ നയം തന്നെയാണ്. ഈ പറഞ്ഞ ഓൾ പാസ് വന്നതോടുകൂടി പണ്ടൊക്കെ SLC എഴുതുമ്പം പിന്നെ ജയ് ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ 100% എന്നൊരിക്കലും ഒരു ബാലികേറ മലയായിരുന്നു, അല്ലെങ്കിൽ ഒരു സ്വപ്നമാണ്, ഒരു ഉട്ടോപ്യ സ്വപ്നം മാത്രം. ഒരിക്കലും 100% കിട്ടത്തില്ല. 75, 80, 80, 81 അതൊക്കെ കടിച്ചു പിടിച്ച് മത്സരത്തോട് മത്സരം. എനിക്കൊന്ന് കോട്ടൺ ഹിൽ ഗേൾസ് സ്കൂളൊക്കെ അന്നൊക്കെ ടോപ്പിലാണ്. ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണ്, ഞാൻ ആലപ്പുഴക്കാരിയാണെങ്കിലും അന്നൊക്കെ ഇതൊക്കെ ടോപ്പിൽ വരും, നമ്മുടെ പത്രത്താളുകളിൽ വരും. 100% കുട്ടികൾ ജയിച്ചു, അല്ലെങ്കിൽ 99% വിജയം കോട്ടൺ ഹില്ലിലാണെന്നൊക്കെ വലിയ വാർത്തകളാണെന്നൊക്കെ. ഇന്ന് 99% കേൾക്കുമ്പോൾ ചുമ്മാ ജയിപ്പിച്ച് വിടുന്നു, ആ ഒരു നില. അത് സത്യമാണ്, അത് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് പല കുഞ്ഞ്. എന്നാൽ നമ്മുടെ കുട്ടികൾ ഭയങ്കര ബ്രില്യൻ്റ് ആണ്. ആ ബ്രില്യൻസ് യൂസ് ചെയ്യണം, അത് നമ്മുടെ നാടിന് പ്രയോജനപ്പെടണം. അതിന് വേണമെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ നിലവാരം കുറെ കൂടെ ലെവലാക്കണം. എന്ന് വെച്ചാൽ അന്നത്തെ നമ്മൾ സ്ട്രെസ് ചെയ്ത്, ഞാനൊക്കെ ഒരുപാട് സ്ട്രെസ് അനുഭവിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ അതൊരു ആരോഗ്യപരമായിട്ടുള്ള സ്ട്രെസ് ആക്കി മാറ്റുക. ഈ പറയുന്ന പോലെ നെല്ലിക്ക കഴിക്കുന്ന ആ ഒരു കയ്പ് പോലെ തന്നെ പിന്നീട് മധുരമാക്കി വിദ്യാഭ്യാസത്തെ മാറ്റാനാണ് ഇപ്പോഴത്തെ വിദ്യാഭ്യാസം പരാജയപ്പെട്ടു പോയത്. ഇടയ്ക്ക് വെച്ച് നമ്മുടെ 2 മന്ത്രിമാർ തമ്മിലുള്ള ഒരു എന്തോ എന്നോട് ജയ് പറഞ്ഞല്ലോ, പറഞ്ഞതുപോലെ ഇടയ്ക്ക് വെച്ച് നമ്മുടെ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ഒരു പൊതുപരിപാടിയിലാണെന്ന് തോന്നുന്നു എനിക്ക്. അതായത് 10ാം ക്ലാസ് ജയിക്കുന്ന കുട്ടികൾക്ക് പശുവിനെയും പോത്തിനെയും കണ്ടാൽ തിരിച്ചറിയില്ല, അവർക്ക് എഴുത്തും വായനയും അറിയില്ല എന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി മറുപടി പറഞ്ഞു, അങ്ങനെയൊന്നും അല്ല എന്നൊക്കെയുള്ള രീതിയിൽ അദ്ദേഹം കവറപ്പ് ചെയ്ത് പറഞ്ഞു. പിന്നെ ആഴത്തിൽ സജി ചെറിയാന്റെ പ്രസംഗം കേൾക്കുന്നവർക്ക് അറിയാം, അത് പൊതുവിദ്യാഭ്യാസത്തിനെ പറ്റിയിട്ട് നല്ല രീതിയിലാണ് പ്രസംഗിച്ചിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഒരു കവറപ്പ് ചെയ്ത് എടുത്തു. ആ രീതിയിൽ കേരളത്തിലെ മന്ത്രിമാർക്ക് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാമുണ്ട്. കാരണം അവര് പഴയ പഠിത്തം ഉള്ള ആൾക്കാരാണ്, പഴയ 10ാം ക്ലാസ്സുകാരായിരിക്കും അവർ. അപ്പൊ അതുകൊണ്ട് അവർക്ക് നന്നായിട്ട് അറിയാം. ഇതൊക്കെ അവർ അറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഇതിനൊരു വിപ്ലവകരമായ മാറ്റം? കാരണം നമ്മുടെ തലമുറയാണ് സ്കൂളുകളിലൂടെ വാർത്തെടുക്കുന്നത്. ഒരു കേരളം എന്ന് പറഞ്ഞാൽ അവിടുത്തെ യുവതികളും യുവാക്കളും കുട്ടികളുമാണ്. ഗാന്ധിജി പറഞ്ഞ പോലെ കുട്ടികളാണ് രാഷ്ട്രത്തിന്റെ സമ്പത്ത് എന്ന് പറയുന്നത്. ആ കുട്ടികൾക്കാണ് ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത്. അപ്പൊ അത് ചെയ്യുന്നത് വിദ്യാഭ്യാസം. വേറെ ഒന്നുമില്ലെങ്കിലും വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ബാക്കിയെല്ലാം നമുക്ക് നേടിയെടുക്കാം. അപ്പൊ അത് അവിടെ പരാജയപ്പെട്ട രാജ്യത്തിന്റെ പരാജയമാണ്. അതുകൊണ്ട് തന്നെ ഈ ഓൾ പാസുകൾ നിർത്തുക, മിനിമം മാർക്ക് കൊണ്ടുവരിക, അതുകൊണ്ട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. പക്ഷെ അത് ഓൾ ഓഫ് എ സഡൻ നിർത്താതെ, ഈ 5ഉം 8ഉം നിർത്താതെ 1ാം ക്ലാസ് തൊട്ട് തന്നെ ആക്ക്. അതാകുമ്പോൾ കുഞ്ഞുങ്ങൾ അതോട് അഡാപ്റ്റഡ് ആവും, അഡാപ്റ്റഡ് ആവും. ഞാൻ ഇങ്ങനെ പഠിക്കണം, അതായത് ഒരു പാഠപുസ്തകം തന്നാൽ കാണാപ്പാടമല്ല, ഇതിൽ നിന്ന് ഇത്ര മിനിമം മാർക്ക് എനിക്ക് മേടിച്ചേ പറ്റുമെന്ന് പഠിച്ചിട്ടെ അതിന്റെ സ്ട്രെസ് പിന്നീട് മധുരമായി മാറും. അത് അവന്റെ ജീവിതത്തിൽ തന്നെ ആ ഒരു തോട്ട് ആരോ എടുത്ത് മാറ്റിക്കളഞ്ഞു. നെല്ലിക്ക കഴിക്കുന്ന പോലെ തന്നെ മധുരിക്കും. വിദ്യാഭ്യാസം അതുപോലെയാണ്. വിദ്യാഭ്യാസം മധുരിക്കുന്നു, തീർച്ചയായിട്ടും മധുരിക്കുന്നു. പക്ഷെ ഓപ്പോസിറ്റ് സ്ട്രെസ്സും ട്രോമയൊക്കെ ഉള്ള അത് ഒരു ന്യൂനപക്ഷം ആൾക്കാർ മാത്രമാണെന്ന് എനിക്ക് തോന്നിയിരിക്കുന്നത്. അന്നും ഇന്നും അതിനെക്കുറിച്ച് പറയുന്ന ആൾക്കാർ ന്യൂനപക്ഷക്കാരാണ്, മടിയന്മാരാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ജീവിതത്തിൽ ഏതെങ്കിലും ടോപ്പിലുള്ള ആൾക്കാർ ഒരിക്കലും പറയില്ല എന്നെ അടിച്ചത് എനിക്ക് ട്രോമയായി മാറിയെന്ന് പറയില്ല. അല്ലാതെ ഓരോ എക്സ്ക്യൂസ് കണ്ടെന്ന ആൾക്കാരാണ് ഇന്നും അധ്യാപകർ അടിച്ചിരുന്നത് ട്രോമയാണെന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ അടിയും തടയൊന്നും ഇല്ലെങ്കിലും സ്നേഹത്തോടെയും തലോടലിലൂടെയും നമ്മുടെ വിദ്യാഭ്യാസത്തെ പരിഷ്കരിച്ചുകൊണ്ട് ഈ പറയുന്ന പോലെ മാർക്കുകളല്ല ഒന്നിൻ്റെയും അവസാന വാക്ക്, പക്ഷേ അറിവ് ഇത്രയൊക്കെ നേടിയെന്ന് സ്വയം ഒരു അവലോകനം അവർക്കും ആ പഠിപ്പിച്ച അധ്യാപികയ്ക്കും ഉണ്ടാകാൻ വേണ്ടിയിട്ടെങ്കിൽ ഒരു മിനിമം മാർക്കൊക്കെ വരുത്തിക്കൊണ്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്.